ഹലോ, വെൽക്കം ടു ലൈല ടീച്ചേഴ്സ് വേൾഡ്. ഇന്ന് ഞാനിവിടെ എടുക്കുന്ന ക്ലാസ് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ക്ലാസ് ആണ്. ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യജീവിതം. മലയാളം മീഡിയത്തിലെയും ഇംഗ്ലീഷ് മീഡിയത്തിലെയും കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്കറിയാം, ടീച്ചർ ഹൈസ്കൂൾ ഗ്രാമർ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി, 9th സ്റ്റാൻഡേർഡ് പാർട്ട് 2 ജോഗ്രഫി, 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ്, ഇത്രയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഏർലി ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പഠിക്കാം. ഒരു ദിവസം വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലാസ്കോ എന്ന സ്ഥലത്ത് നിന്നും 2 കുട്ടികൾ അവരുടെ വേട്ടപ്പട്ടിയുമായി വേട്ടയാടാൻ പോയ വഴിയിൽ അവരുടെ വേട്ടപ്പട്ടികൾ അപ്രത്യക്ഷമാവുകയും കുട്ടികൾ വേട്ടപ്പട്ടികളെ അന്വേഷിച്ച് നടക്കുകയും ചെയ്തു. അവിചാരിതമായി കുട്ടികൾ ഒരു ഗുഹയിൽ ചെന്നെത്തുകയും ആ ഗുഹയിൽ ചെന്നെത്തിയ കുട്ടികൾ അതിലെ ചിത്രങ്ങൾ കണ്ട് ഭയങ്കരമായി അവർ അതിശയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കുട്ടികൾ അത് അതിശയിച്ചത്? ആ ഗുഹയുടെ ഭിത്തികളിൽ മുഴുവൻ ചിത്രങ്ങളായിരുന്നു. എന്തിൻ്റെ ചിത്രങ്ങൾ? വിവിധ നിറത്തിലുള്ളതായ കുതിരയുടെയും കാട്ടുപോത്തിൻ്റെയും ഡീറിൻ്റെയും ഒക്കെ ചിത്രങ്ങളായിരുന്നു. One day, 2 boys from northwest France, they started their journey with their dogs for hunting rabbits. After some time, the dogs disappeared and the boys, they searched for their dogs, and at last, accidentally, they reached into a cave. The boys became wondered. Why did they wonder? Because they saw the pictures of so many animals in multicolored on the walls of the caves. They saw the pictures of bison, ox, horse, etc. Now we are going to study about the Paleolithic age. പ്രാചീന ശിലായുഗം. പേരിൽ തന്നെ നമ്മൾക്കറിയാം ശിലായുഗം. ശില എന്ന് പറഞ്ഞാൽ കല്ല്. കല്ലിന്റെ യുഗത്തിനെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ശില എന്ന് പറഞ്ഞാൽ കല്ല്. We can see some pictures in the text. When we observe the picture, we can understand that the Paleolithic people, they drawn this picture around 10,000 years back. Around 10,000 years back. 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന മനുഷ്യൻ വരച്ച ചിത്രമാണ് ഈ കേവ് പെയിന്റിങ്സ് ആണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. From these pictures, we get the information about the life of the early human life. We know that they drawn the picture inside the cave. That means they lived in the caves. Then they hunted animals. They drawn the picture of animals. So that means they hunted animals. There is a group dance that is from Bhimbetka in Madhya Pradesh. We know that from this picture we know that the early men, the Paleolithic men, they engaged in recreational activity. വിനോദത്തിൽ അവർ ഏർപ്പെട്ടിരുന്നു. They engaged in recreational activities. They drawn these pictures in multicolored paintings were they drawn inside the caves. How did they make this multicolor? By mixing plant extract. ചെടികളുടെ ചാറും പൗഡേർഡ് ലാറ്ററൈറ്റ്, ചെങ്കൽ പൊടിയും ചേർത്ത് മിക്സ് ചെയ്താണ് ഇവര് എന്തുണ്ടാക്കിയത്? മൾട്ടി കളർ ഉണ്ടാക്കിയത്. How did they make the multicolor? By mixing plant extract and powdered laterite. പ്ലാന്റിന്റെ ചാറുകളും ചെങ്കൽ പൊടിയുടെ മിശ്രിതവും കൂടി ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്തായിരുന്നു അവർ കളർ വരച്ചിരുന്നത്. ഏതെല്ലാം മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അവർ വരച്ചിരുന്നത്? നമ്മൾക്ക് മനസ്സിലാക്കാം.
കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി ഇവരുടെയൊക്കെ ചിത്രങ്ങൾ. ലയൺ, leopard, bear, horse, deer, hyena. We can see the pictures of these animals from inside the curves. They use animal fat. മൃഗത്തിന്റെ കൊഴുപ്പ്, അവർ വേട്ടയാടി എടുത്തിരുന്ന മൃഗത്തിന്റെ കൊഴുപ്പ്. They use animal fat as fuel. മൃഗത്തിന്റെ കൊഴുപ്പ് അവർ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടി അവർ ഉപയോഗിച്ചു? ലൈറ്റ്നിങ് ഇൻസൈഡ് ദ കർവ്, ലൈറ്റ്നിങ് ഇൻ ദ കർവ്സ്. ഗുഹയിൽ വെട്ടത്തിന് വേണ്ടി അവരെന്ത് ഉപയോഗിച്ചു? ആനിമൽ ഫാറ്റ് അവര് ഉപയോഗിച്ചു. ദേ ഹാവ് എ പ്ലാനിങ്. ഇവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. പ്ലാനിങ് മീൻസ് ആസൂത്രണം. എന്തിനെ കുറിച്ചുള്ള പ്ലാനിങ് ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്? പ്ലാനിങ് ഫോർ 100 ആനിമൽസ് ആൻഡ് 100 ഗ്രൗണ്ട്. 100 ഗ്രൗണ്ട് എവിടെയാണോ വേട്ടയാടപ്പെടേണ്ടത്, ഒന്ന് 100 ഗ്രൗണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പ്രേ മീൻസ് ഇര. ഏത് സ്ഥലത്താണോ വേട്ടയാടേണ്ടത്, ഏത് മൃഗത്തെയാണോ വേട്ടയാടേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് ഇവർക്കുണ്ടായിരുന്നു. Then inside the curves discovered residue of cooked food, ashes, bones and skulls of animals, leftovers of fruits, പഴങ്ങളുടെ മിച്ചം, vegetables and fresh water. That means they use fire. They fire for lighting animal fat, and the animal fat was used as fuel in lightening the curves, and we get ashes from inside the curves. We get the remains of cooked food from inside the curves. Then how did they have a planning? We already said. And how was their hunting? They hunted collectively. കൂട്ടമായി ആയിരുന്നു അവർ പോയി വേട്ടയാടിയിരുന്നത്. Hunted collectively. Who led the hunting group? The stronger one led the hunting group. ഏറ്റവും ശക്തനായവനായിരുന്നു അവരുടെ ഹണ്ടിങ് ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. They hunted collectively. The stronger one led the group, and there was no gender difference. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ളതായ യാതൊരു വ്യത്യാസവും അവിടെ ഇല്ലായിരുന്നു. That means all people, men and women, they engaged in hunting, and they ate the flesh of 100 animals and carcasses. ശവശരീരങ്ങളും ചത്ത മൃഗങ്ങളുടെ ശരീരങ്ങളും 100 ആനിമൽസ് വേട്ടയാടി കിട്ടിയതായ മൃഗങ്ങളുടെ മാംസവും അവര് ഭക്ഷിച്ചിരുന്നു. What was their weapon? That is the main point. They use their main weapon, stone. എങ്ങനെയുള്ള സ്റ്റോൺ ആയിരുന്നു? റഫ് സ്റ്റോൺ, പരുക്കൻ കല്ലുകൾ. നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും. Look at from the Paleolithic tools we get the information that Paleolithic people, they used rough stones. That was their weapon. So it is known as പ്രാചീന ശിലായുഗം, Paleolithic age എന്ന് നമ്മൾ പറയും. They used rough stones, bones of animals, ivory, ആനക്കൊമ്പ്, പീസസ് ഓഫ് വുഡ്, തടിയുടെ കഷ്ണം, ഇതെല്ലാം അവരെന്തായിട്ട് ഉപയോഗിച്ചു? വെപ്പൺസ് ആയിട്ട് ഉപയോഗിച്ചു. ബട്ട് ദ മെയിൻ വെപ്പൺ, ദാറ്റ് ഈസ് റഫ് സ്റ്റോൺസ്. ഹൈഡ് ആൻഡ് ബാർക്ക് വാസ് യൂസ്ഡ് ആസ് ക്ലോസ്. മരത്തിന്റെ തൊലിയും മൃഗത്തിന്റെ തൊലിയും അവര് ക്ലോസ്, തുണി, വസ്ത്രത്തിന് പകരം ഉപയോഗിച്ചു. ഹൈഡ് ആൻഡ് ബാർക്ക് വാസ് യൂസ്ഡ് ആസ് ക്ലോസ്. ദ ബോൺസ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളുടെ എല്ലുകൾ, they used as needles, സൂചിയായി അവർ ഉപയോഗിച്ചു. ഫോർ സ്യൂയിങ്, എന്തിനു വേണ്ടി? തയ്ക്കുന്നതിന് സൂചിയായി അവര് ഉപയോഗിച്ചു. We know from these we know that the technological progress of the Paleolithic men. We get information about the Paleolithic man's life from these descriptions, and conduct a discussion. What about the tools? They use tools of rough stones. That is the main weapon, rough stone. പരുക്കൻ കല്ലുകൾ അവർ ഉപയോഗിച്ചു. They used the bones of animals as weapon. They used the ivory as weapon. They used the pieces of wood as weapon. That is about tool. Then what about their social life? They collectively,
And from that picture we know that they were engaged in recreational activities. Then next about the food, what was their food? They ate the flesh of 100 animals and carcasses. They ate cooked food, they ate vegetables, they ate freshwater fish, they ate fruits also. Then what about their planning? They have a planning about hunting ground and prey. Then shelter, where did they live? They lived in the caves, they lived inside the caves. Then what was their artistic skill? They have artistic skill also. We know that the artistic skill of the early men, that means they drawn pictures inside the caves. They drawn multicolored, വിവിധ നിറത്തിലുള്ള ചിത്രങ്ങൾ ഗുഹയ്ക്കകത്ത് അവർ വരച്ചിരുന്നു. They drawn multicolored pictures inside the caves. They use hide and bark as clothes. They use the bones as needles for sewing. That shows the artistic skills of Paleolithic men. What was their means of livelihood? അവരുടെ ജീവിത മാർഗം എന്തായിരുന്നു? Hunting. Their main occupation, that was hunting. What was the use of fire? They used the fire for lightning in the caves. That means they took shelter from wild animals, and they took shelter from cold by lighting the fire, and they cooked food. ആഹാരം അവർ പാചകം ചെയ്തു. That was about the Paleolithic man. The next page we can see a picture, Paleolithic age picture. In this picture, Paleolithic age, we know that was written on a rough stone, and all these are written on a rough stone. We can see the technological progress of early human life. We know that first one, stone statues were made. ശില്പകലയിലുള്ളതായ അവരുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. കല്ലുകൊണ്ടുള്ളതായ പ്രതിമകൾ അവരുണ്ടാക്കി. ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മോൾഡഡ് ഫ്രം ക്ലേ. കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യ രൂപങ്ങൾ ഉണ്ടാക്കി. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്കൾപ്ചർ. ദെൻ വെസൽസ് വെർ വോവൻ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. മരനാരിൽ നിന്നും അവരെന്തുണ്ടാക്കി? പാത്രങ്ങൾ നെയ്തുണ്ടാക്കി, വോവൻ ചെയ്തുണ്ടാക്കി. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്. Then pictures were drawn on the bones and horns of animals and on curves and rocks. മൃഗങ്ങളുടെ എല്ലിലും മൃഗങ്ങളുടെ കൊമ്പിലും ഗുഹകളിലും പാറകളിലും അവരെന്ത് ചെയ്തു? ചിത്രങ്ങൾ വരച്ചു. That is an example of painting. Ornaments of ivory, bones, stones and shells were made. ആനക്കൊമ്പ് കൊണ്ടും എല്ലുകൊണ്ടും കല്ലുകൊണ്ടും ഷെല്ലുകൾ കൊണ്ടും അവർ ആഭരണങ്ങൾ നിർമ്മിച്ചു. That is also an example of handicraft. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്, സുഷിരവാദ്യങ്ങളുള്ളതായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഫ്ലൂട്ട്. അങ്ങനെയുള്ളതായ ഒരു ഇൻസ്ട്രുമെന്റ് അവരുണ്ടാക്കി. ഔട്ട് ഓഫ് ബോൺസ്, ബോണിൽ നിന്ന് അവരുണ്ടാക്കി. മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. ദാറ്റ് വാസ് ആൻ എക്സാമ്പിൾ ഓഫ് handicraft. So there is a column, the field in which the Paleolithic man attained progress, listed below. Field, sculpture, example, ശില്പവിദ്യ എന്നാണ് സ്കൾപ്ചർ എന്ന് പറയുന്ന പേര്. സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് were made, human figures were molded from clay. These are examples of their sculpture. Then painting, we know that pictures were drawn inside the curves, and they drawn pictures on the bones and horns of animals and curves and rocks. That is example of painting. Then handicraft, കരകൗശലത്തിനെ കുറിച്ചാണ് പറയുന്നത്. They made vessels were woven, നെയ്തെടുത്തവര് ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ, മരനാരിൽ നിന്നും പാത്രങ്ങൾ അവരുണ്ടാക്കി. And a flute like wind instrument were made out of bones. That is also an example of handicraft. Then they made ornaments of ivory, bones, stones and shells. That is an example of handicraft. That is about Paleolithic man. Once again, teachers say about the early human life.
First one is Paleolithic age, Prajina Shilayugam. That means they lived in the curves. They used the rough stones. That point is very important. This age, Prajina Shilayugam, they use rough stone. Parikan kallukalayirunnu avaru upayogichirunathu. They lived in the curves. They drawn multicolored paintings inside the curves. They use plant extract and powdered laterite by mix ചെയ്തുകൊണ്ട് they mix plant extract and powdered laterite and they made colors and they made multicolors. They use animal fat as fuel for lighting in the curves and escape from the wild animals and get warmth from cold. And they have a planning for hunting ground and prey. And who led they hunted collectively. The stronger one led the group. There was no gender difference. There was no gender ആണെന്നോ പെണ്ണെന്നോ മെയിലെന്നോ ഫീമെയിൽ എന്നുള്ളതായി യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. And they ate the flesh of hunted animals and carcasses. ചത്ത മൃഗങ്ങളുടെ മാംസവും hunted animalsന്റെ മാംസവും അവർ ഭക്ഷിച്ചിരുന്നു. They used the bones as needles for sewing. തയ്ക്കുന്നതിന് വേണ്ടി സൂചിയായി അവർ എല്ല് ഉപയോഗിച്ചു. The hide and bark, മരത്തൊലിയും മൃഗത്തൊലിയും used as clothes, വസ്ത്രമായിട്ട് ഉപയോഗിച്ചു. We understand that the Paleolithic men, they were much improved in their technological progress. In that picture, we can see the rock shelter in Bhimbetka. Rock shelter in Bhimbetka. Where is this Bhimbetka? It is in Madhya Pradesh. That is a good example of Paleolithic site. The special feature of this Bhimbetka, that is rock shelter. Rock shelter. The example of a Paleolithic site, Bhimbetka in Madhya Pradesh. Then, in this map, we can understand that there are some Paleolithic site in India. Paleolithic site and their state. We know that Bhimbetka, that is in Madhya Pradesh. Narmada Valley, Madhya Pradesh. It extended to Maharashtra and Gujarat. Nagarjunakonda, Andhra Pradesh. Hansgi, Karnataka. Kurnool Curves, Andhra Pradesh. ഇത്രയും സംസ്ഥാനങ്ങളിൽ പാലിയോളിത്തിക് സൈറ്റിൻ്റെ എവിഡൻസ് ഇന്നും നമുക്ക് ലഭിക്കുന്നു. About Paleolithic age.